മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ വർഗീയത ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് SDPI ഇടയ്ക്കൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫർദയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു കാര്യം ആലോചിച്ചൊക്കെ ഇതിലും വലിയൊരു ആഭാസം ഈ ലോക ജനത കാണാനില്ല. അപ്പൊ ഇനി പ്രത്യേകിച്ചൊരു ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്നാണ് അവർ അതിനെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇസ്ലാം ഫ്രണ്ട്ലി, എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ജിമ്മിൽ പോകുമ്പോൾ അവരങ്ങനെയാണ് നോക്കുന്നത്. അവരങ്ങനെയാണ് നോക്കുന്നത്. എല്ലാത്തിനും ഈ മതം ഇങ്ങനെ കയറി എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻവോൾവ് ചെയ്ത് നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഈ നാട്ടിൽ, അതായത് പാലക്കാട് പുതു നഗരത്തിലും ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞൊരു ജിം സ്റ്റാർട്ട് ആയിരുന്നു, ശരിയ നിയമം അനുസരിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ ശരിയ നിയമമെന്നും ശൈശവ വിവാഹം എന്താണെന്നും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളോടൊപ്പം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഷാജിദ അസീസ് മാം ആണ്. മാം, നിന്റെ റെസ്പോൺസ് കാർഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ നമുക്ക് ഇസ്ലാം ഫ്രണ്ട്ലി ജിമ്മാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ശരിയാ നിയമം അനുസരിച്ചാണ് ആ ജിം പ്രവർത്തിക്കുന്നത്. മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയില് ശരിയാ നിയമം അനുസരിച്ച് ഒരു ജിമ്മിന്റെ ആവശ്യകത തന്നെ ആദ്യം ഉണ്ടോ? ആക്ച്വലി ഇത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മള് ജിമ്മ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ എല്ലാം വിശ്വാസികൾ പോകുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു മതേതരമായിട്ടുള്ള ഒരു ജിമ്മ് ഈ മതേതരമാണ് ഇന്നത്തെ ജിമ്മിലെ നിലവിലെ അവസ്ഥ. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അവരവരുടെ ശരീരം നോക്കുന്നുണ്ട്. ഇതൊരു പാർട്ടാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ 7 years ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്. അപ്പോ ഇതില് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ പല മതക്കാരുണ്ട്, നമുക്ക് അവിടെ മതം ബാധകമല്ല. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരാൾ മൈൻഡ് ചെയ്യില്ല. അത് സത്യമാണ്. കാരണം അവരവരുടെ കാര്യം നോക്കാനാണ് വരുന്നത്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു ഇസ്ലാം ഫ്രണ്ട്ലി ജിം എന്നാണ് അവർ അതിനെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇസ്ലാം ഫ്രണ്ട്ലി, ഈ ഇസ്ലാം ഫ്രണ്ട്ലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയ നിയമം ആണെന്ന് പറയുന്നുണ്ടല്ലേ. എന്താണ് ശരിയ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ വേറെ, പുരുഷന്മാര് വേറെ. ലൈക്ക് ഈ അബ്ദുള്ള ബാസിലിന്റെ ഒക്കെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ ഇപ്പോഴും മദ്രസകളിലും പള്ളികളിലൊക്കെ നടക്കുന്ന ഈ മതപ്രഭാഷണ ചടങ്ങുകളില് മതപ്രഭാഷണം. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിൽ ആണുങ്ങളായിരിക്കും നിൽക്കുക, ബാക്കിൽ ഒരു കർട്ടൻ ഇട്ടിട്ട് പെണ്ണുങ്ങൾ നിൽക്കും. അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇത് മതത്തിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതേ മതത്തിന്റെ ഈ ഒരു സംഭവം തന്നെയാണ് ഇവര് ഈ ജിമ്മിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മൾ ഇതിന് അനുവദിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഹിന്ദുക്കള് അവര് തുടങ്ങും, ഇപ്പൊ ഞങ്ങള് ഹിന്ദു ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞിട്ട് ഒരു ജിമ്മ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തരും ഇവര് ക്രിസ്ത്യൻസ് തുടങ്ങും. അപ്പൊ ഇനി മതമില്ലാത്ത ഞങ്ങൾ എത്തിസ്റ്റ് അല്ലെങ്കിൽ മതമില്ലാത്തവരുടെ ഒരു ജിം എന്നുള്ള രീതിക്ക് നമ്മളും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർതിരിവ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇസ്ലാം ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെ ആയിട്ടുള്ളവർക്ക് ഞങ്ങൾ വേറൊരു സംഭവം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇസ്ലാം ഫ്രണ്ട്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ഇതില് ഞാൻ തന്നെ ഒരു സർക്കാസം രീതിക്ക് ഈ ഒരു പോസ്റ്റിനിടയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു എക്സ് ജിഹാദി കൂടിയാണ്, ഭയങ്കര വിശ്വാസത്തിൽ നിന്ന് ഒരു മതം വിട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതില് ആ സമയത്തൊക്കെ എനിക്ക് PCOD ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ PCOD ഡയഗ്നോസ് ചെയ്യുന്നതൊക്കെ സമയത്ത് ഐ തിങ്ക് 2018 ആ ഒരു ടൈമിലൊക്കെ. അപ്പോ സെക്കൻഡ് ബേബിക്ക് വേണ്ടി നോക്കുന്ന സമയത്തും എന്താ പറയാ, PCOD ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ് ഇന്നത്തെ PMOS. ലൈക്ക് അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഡയറ്റ് കൺട്രോൾ ചെയ്താൽ മാത്രം പോരാ, മെഡിസിൻ എടുത്താൽ മാത്രം പോരാ, വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ചികിത്സിച്ചിരുന്നത് പാലന ഹോസ്പിറ്റലാണ്, പാലക്കാട്. അപ്പോൾ ഇവിടെ യോഗ, ഇന്ന് ഞാൻ യോഗയ്ക്ക് എതിരാണ്, എന്നിരുന്നെങ്കിൽ പോലും യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ അന്ന് പറഞ്ഞിരുന്നു. അന്ന് വിവരമില്ലായ്മയിൽ ഞാൻ അതൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും വലിയൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നീട് റിസൾട്ട് ഉണ്ടാവുന്നത് ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് വിശ്വാസിയായിട്ടുള്ള എന്റെ എക്സ് ഹസ്ബൻഡ്, അപ്പൊ പുള്ളിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ ജിമ്മിന് പോട്ടെ. അന്നൊക്കെ ഇത്രയും പോലും ഫോർവേഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല. ഇന്ന് ചോദിച്ചോ? ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാല് ജിമ്മിന് പോട്ടെ, ഇപ്പൊ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല, ആണുങ്ങളൊക്കെ വരുന്നതാണ്, അവർ പല രീതിക്ക് നോക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഇവിടെ അതായത് അവരെന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ജിമ്മിൽ പോകുമ്പോൾ അവരങ്ങനെയാണ് നോക്കുന്നത്. അവരങ്ങനെയാണ് നോക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർ അങ്ങനെ നോക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ളവരല്ലല്ലോ എന്ന് പറയുന്നത്. പ്രഡിക്ഷൻ ആണ്. അതെ, ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, അപ്പൊ എല്ലാവരും അങ്ങനെ നോക്കുള്ളൂ എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അവരെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെ പോലെയുള്ള പുരുഷന്മാരാണ് അവിടെ വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്കത് തെറ്റാണ് എന്നറിയാം. അതുപോലെ നിങ്ങളുടെ പെണ്ണുങ്ങൾ അത് നോക്കും, മറ്റു പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ അത് തെറ്റാണ്. അതേപോലെ നിങ്ങളുടെ പെണ്ണുങ്ങളെ ഒരാൾ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് പറ്റില്ല. ഈ പൊസസീവ്നെസിന്റെ എക്സ്ട്രീം ആണ്. അപ്പോ ഇല്ല, പറ്റില്ല, അത് അവരെന്താ പറയാ,
മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്താ പറയാ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോ കുനിയണം, അപ്പൊ ബാക്ക് ഒക്കെ ഒന്ന് കാണും. ഈവൻ ഞാനൊക്കെ ഈ ജിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ട്രെയിനർ ഉണ്ട്, ആളുടെ പേര് സുരേഷ് എന്നാണ്. അപ്പോൾ ഞാൻ ഫ്ലെക്സ് ഓൺ ഫിറ്റ്നസ് എന്നാണ് ഞാൻ പോകുന്ന ജിമ്മിന്റെ പേര്. അപ്പോൾ ഞാൻ ഇവിടെ പോകുന്ന സമയത്ത് ആദ്യമൊക്കെ ഈവൺ എൻ്റെ പാൻറ്റി ലൈൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പാൻറ്റി ലൈൻസ് കാണുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ താരങ്ങൾ മറ്റുള്ള ഒരു ബോധം. പക്ഷെ ഒരു 1 or 2 months കഴിയുമ്പോൾ ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കി, നമ്മൾ ഇതാരും നോക്കാറില്ല. ഇത് നോക്കാനല്ല ഇവിടെ എല്ലാവരും വരുന്നത്. അവരവർക്ക് അവരവരുടെ കാര്യങ്ങളുണ്ട്. അഥവാ വായ്നോട്ട് ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ പോലും ഈ ട്രെയിനേഴ്സ് അതിനെ അനുവദിക്കാറില്ല. അവരവർക്ക് വർക്കൗട്ട് കൊടുത്ത് അവർ വന്ന കാര്യം ചെയ്യുന്നുണ്ട്. കാരണം അറ്റ് ദ എൻഡ് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളതാണല്ലോ. അതേപോലെ കുനിയുമ്പോ ആരെങ്കിലും നോക്കൂ, കാരണം ഇതൊക്കെ നമുക്കൊരു എംബാരസ്മെന്റ് ഓൾറെഡി നമ്മുടെ മതത്തിൽ തന്നെ തന്നു. അങ്ങനെ ഇരിക്കാൻ പാടില്ല. അവർ ഇരിക്കുന്നതും നിൽക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഈവൻ ബാത്റൂമിൽ പോകുന്ന എല്ലാത്തിനും ഈ മതം ഇങ്ങനെ കയറി എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻവോൾവ് ചെയ്ത് നമ്മളങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിമ്മില് ഈ ഒരു സംഭവം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഇവര് പറയുന്നത്, അതായത് ഈ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്താലും അത് മതേതരമാണ്. അല്ലാതെ ഇത് മതേതരമല്ല. ഈ മതേതരം കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് ഈ വളർന്നു വരുന്ന വർഗീയതയാണ്. ആക്ച്വലി ഞങ്ങൾക്ക് മാത്രം ഈ ഫോർ ആൻ എക്സാമ്പിൾ നമുക്ക് ഹലാൽ ഫുഡിന്റെ കാര്യം എടുക്കാം. ഇന്ന് ഹലാൽ എന്നുള്ള ബോർഡ് ഇന്ത്യയിലാകമാനം പല ഹോട്ടലുകളിലും ഏറെക്കുറെ 90% ഹോട്ടലുകൾ ഹലാലാണ്. ഹലാല് എന്നുള്ളതിന്റെ അർത്ഥം നല്ല ഭക്ഷണം എന്നാണ്? അല്ല. കാരണം എല്ലാ ഹോട്ടലുകളിലും നല്ല ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഹലാൽ എന്ന് ഉദ്ദേശിച്ചത് എന്താ? മുസ്ലിമിന്റെ ഭക്ഷണം, ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഭക്ഷണം. ഈ തുപ്പിട്ടൊക്കെ അത് വേറെ വിഭാഗം. അത് ചീറി കൊടുക്കാതെ പറയാ, അത് ഉസ്താദിന്റെ തുപ്പുന്നു, അതൊക്കെ ഇവർക്ക് ഹലാലാണ്. അതൊക്കെ ഹലാലാണ്. ഈ ചോര പോകാതെ അറക്കുന്നത് മാത്രമാണ് ഇവർക്ക് ഹലാലായിട്ടുള്ളത്. അപ്പോ ഈ ഹലാലായിട്ടുള്ള ഭക്ഷണം തന്നെ നമ്മളിപ്പോ നോർമലൈസ് ചെയ്യണം. ഇവിടെ പോയില്ല ഹലാൽ ബോർഡ് കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഹലാൽ ഭക്ഷണം എന്നാൽ മുസ്ലിമിന്റെ ഭക്ഷണം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം അറുക്കപ്പെട്ട മൃഗത്തിന്റെ ഭക്ഷണം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇതേപോലെ തന്നെ നാളെ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന പോലെ ഹിന്ദു ഫ്രണ്ട്ലി ജിമ്മും ക്രിസ്ത്യൻ ഫ്രണ്ട്ലി ജിമ്മും അതുപോലെ എത്തിസ്റ്റ് ഫ്രണ്ട്ലി ജിമ്മും ഇതൊക്കെ വന്നു കഴിഞ്ഞാല് അപ്പൊ ഇത് നല്ല മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ വർഗീയത ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ്. ഇന്ത്യ നാട്ടിൽ തന്നെയാണ് പുതുനഗരത്താണ് ഈ സംഭവം. അപ്പോ ഇത് പുതുനഗരം ഓൾറെഡി നല്ല ഇസ്ലാമിക് ആയിട്ടുള്ള നല്ല ആളുകളുടെ ഏറെക്കുറെ ഭൂരിഭാഗവും മുസ്ലിംസ് ആണ്. ഈ ഒരു മുസ്ലിംസ് ഭൂരിഭാഗം നിൽക്കുന്ന ഒരു ഏരിയയില് ഇങ്ങനെ ഒരു ജിമ്മ് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞമ്മന്റെ വീട്ടില് അടുക്കളയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഓർക്ക് ജിമ്മിക്ക് പോകണം. ഓർക്ക് എങ്ങനെയുള്ള ജിമ്മിൽ പോകണം? അന്യപുരുഷൻ കാണാത്ത ജിമ്മിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ടൈം വരെ അനുവദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അവരെ വീട്ടിൽ തന്നെ എത്തിക്കൂടെ? ഇത്രയും കഷ്ടപ്പെട്ട് സൊസൈറ്റിയിൽ വന്ന് വർഗീയതയും വിളമ്പിയിട്ട് അങ്ങനെ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഈ ഒരു വർഗീയതയിൽ നിന്ന് മതേതരത്വത്തിലേക്ക് നമ്മൾ സൊസൈറ്റി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോർവേഡ് ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക തരം ആളുകൾ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രം ബാക്ക്വേർഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മതം എന്താണോ പറഞ്ഞ് ഞാൻ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അതെ, ഈ അവറത്തുകൾ മറച്ചിട്ട് വേണം വരാന്ന് പറഞ്ഞു. ഈ അവറത്തുകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പർദ്ദയും ഹിജാബും ഇട്ടിട്ട് വരുന്നതാണല്ലോ. അത് ഇവര് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചിലപ്പോ ലൂസ് ആയിട്ടുള്ള ഒരു പാന്റും ഫുൾ ഹാൻഡ് ഷർട്ടും പിന്നെ ഒരു ഹിജാബും ഒക്കെ ആയിരിക്കും. ഇപ്പൊ മോഡേൺ ആണല്ലോ എന്ന് വന്നാൽ പോലും ഈ ഫർദയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊരു കാര്യം ആലോചിച്ചൊക്കെ ഇതിലും വലിയൊരു ആഭാസം ഈ ലോക ജനത കാണാനില്ല. പല റീൽസിലും തമാശക്കാണെങ്കിലും ഫർദ ഇട്ടിട്ട് പലരും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് എന്ന് തോന്നാറുണ്ട്. നമ്മൾ നാടോടുമ്പോ നടുവേ ഉള്ളൂ. അതല്ലാതെ നാട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ബാക്കിലേക്ക് ഓടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. നമുക്ക് ഒരു തരം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്, ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതക്കാരെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാനത് ചെയ്യും എന്ന് മാത്രമാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുവാദം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഒരു മതേതര കേരളമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇല്ലെങ്കിൽ ഇതിന് ഇപ്പൊ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഹിന്ദുക്കൾ വരും, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം. ക്രിസ്ത്യൻസ് വരും,
അപ്പൊ ഞങ്ങളും വരും, ഞങ്ങൾ മതമില്ലാത്തവരും വരും, തീർച്ചയായിട്ടും ഞാൻ പോകും. ഞാനൊരു ഇതിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ജിം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും. എനിക്ക് ഏത്തിസ്റ്റ് ഫ്രണ്ട്ലി ജിം എന്നൊരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി കഴിഞ്ഞാല് ഇവര് ചെയ്യുമ്പോ, അതായത് ഈ മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ മതേതരവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് വർഗീയതയുമായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ വേണം, എല്ലാ ആവശ്യത്തിനാണ്, പക്ഷെ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയ തെറ്റാണ്. കാരണം ഇതിനൊരിക്കലും ഈ ജിമ്മിന്റെ ഇപ്പോ ഒരു മുസ്ലിം ജിമ്മ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവര് തന്നെ പറയുന്നത് വർഗീയത തന്നെയാണ്. അതെ, അപ്പൊ അത്രയും നല്ല രീതിക്ക് തിങ്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതെ ഉണ്ട്. ആദ്യം അയാൾ വീഡിയോ ഇട്ടിരുന്നു, അത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ എക്സ്പ്ലനേഷൻ വീഡിയോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, മ്യൂസിക് പാടില്ല, അതേപോലെ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് ഈ മറ്റുള്ളവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യാനൊന്നും പിടിക്കുന്നില്ല. ആണുങ്ങൾക്ക് വേറെ സമയം, സ്ത്രീകൾക്ക് വേറെ സമയം. സ്ത്രീകൾക്ക് ലേഡീസ് ട്രെയിനർ ആയിരിക്കും, അവറത്തുകൾ മറിച്ചിട്ട് വേണം വരാനായിട്ട്. മതത്തിൽപ്പെട്ട ആർക്കും വരാം, മതത്തിൽപ്പെട്ട ആർക്കും വരാന്ന് പറയുമ്പോൾ ഈ മതത്തിൽപ്പെട്ട സ്ത്രീകൾ വരണമെങ്കിൽ ഈ ഹിജാബും പറഞ്ഞും ധരിച്ചിട്ട് വേണ്ടേ വരാനായിട്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ നോർമലി ജിമ്മിൽ പോണ വേഷത്തില് ആ ജിമ്മിൽ കയറാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം നിങ്ങൾ പറയുന്ന ഇപ്പൊ ഈ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പറയുന്നില്ലേ, അതായത് ഞമ്മന്റെ പെണ്ണുങ്ങള് പോകുന്ന സമയത്ത് അവർക്കൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് അന്യ സ്ത്രീകൾ പോകാൻ പറ്റില്ല, കാരണം മറ്റുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യണ്ടേ. അതല്ലാതെ ഇവരോടൊപ്പം വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിബന്ധനയായിട്ട് ഉറത്ത് മറിച്ചിട്ട് വേണം പോകാൻ. അത് ബാക്കിയുള്ള മതത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ബാക്കിയുള്ള മതത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആണെങ്കിലും, അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം തന്നെയാണ്, മനഃപൂർവ്വം അല്ല എന്നൊന്നും ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ബാക്കിയുള്ള ആളുകൾ, ബാക്കിയുള്ള സമുദായക്കാരും എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കണം. ഇതൊരു അനുവാദം കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യമാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവും. അതെ, ഇവിടെ മതേതരം എന്ന് ഇപ്പൊ പറയുന്നത് ഒരു മതത്തിലെ ആളുകൾക്ക് മാത്രമാണ് മതേതരം. ഇപ്പൊ ബാക്കിയുള്ള പോലെ ഇപ്പോ പറഞ്ഞ പോലെ ഹിന്ദു ഫ്രണ്ട്ലി ജീവിതം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മതേതരം പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന എല്ലാവരും നാളെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഈ SDPI ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഹിജാബ് ഇഷ്യൂ ആണോ? ഹിജാബ് ഇഷ്യൂ. അപ്പൊ ഈ സ്കൂളിലെ ഹിജാബ് ഇഷ്യൂ. അപ്പോ ഈ ഹിജാബ് ആ സ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹിജാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വർഗീയതയാണ്. ഇവിടെ പോണെങ്കിൽ ഹിജാബ് ഇടണം എന്ന് പറയുന്നത് മതേതരം. അതെ, അതെങ്ങനെ ശരിയാകും? ഇതാണ് സെലക്ടഡ് മനുഷ്യ സ്നേഹം, സെലക്ടഡ് ഹ്യൂമാനിറ്റി. അല്ലെങ്കിൽ ഇത് നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്, ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതും തെറ്റന്നെയാണ്. അല്ലാതെ നിങ്ങള് ഈ ഒരു കയ്യില് വെണ്ണയും മറ്റേ കയ്യില് ചുണ്ണാമ്പും വെച്ചിട്ട് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളല്ല. അപ്പൊ ഇത് വർഗീയത സൃഷ്ടിക്കാനുള്ള ഈ ഒരു പ്രത്യേകതരം ആളുകളുടെ, പ്രത്യേകതരം എക്സ്ട്രീമിസ്റ്റുകളുടെ ഒരു പരിപാടിയാണ് ഈ ഒരു ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്നുള്ളത്. അവരാശയത്താരും അക്സെപ്റ്റ് ചെയ്യാതെയും അത് വെൽക്കമിങ് അല്ല നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പൊ എന്നാലും നമ്മൾ ശക്തിയായിട്ട് തന്നെ അതിനെ നമ്മൾ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിനെതിരെ എന്നേക്ക് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട്സും കംപ്ലൈന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല കാര്യങ്ങളാണ്. അതെ, BJP അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് വിശ്വൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, FIR ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാളിപ്പോ ഒരു റിപ്ലൈ പോസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. എന്നിട്ടും അതിന്റെ അടിയിലെ കമന്റിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ആരും അന്യമതത്തിൽപ്പെട്ടവരോട് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അന്യമതത്തിൽപ്പെട്ട ആരോടും പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം അന്യമതത്തിൽപ്പെട്ടവര് ഞങ്ങളുടെ വസ്ത്രം ധരിച്ച് വന്നെന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അത് ഇവര് പറയുന്നില്ല. അത് ഈ ന്യായീകരണ തൊഴിലാളി കമന്റ് ബോക്സിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കൂലിക്ക് ആളെ കൊടുക്കുന്ന പോലെയാണ് കമന്റിൽ വന്നിട്ട് മുഖം മറിച്ച് താത്തന്മാര് വരെ സംസാരിക്കുന്നത്. ആണാണോ പെണ്ണാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നീ മതം വിട്ടതല്ലേ, നീ എന്തിനാ അതൊക്കെ ഇടപെടും? നമ്മൾ മതം വിട്ടവർ അതിൽ ഇടപെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാതെ നിങ്ങളുടെ വീടുകളിൽ നിർത്തുക. അതല്ല, നിങ്ങൾ സൊസൈറ്റിയിൽ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ മതം വിട്ട ഞാൻ മാത്രമല്ല, ഈ സമുദായത്തിൽ എല്ലാ മതത്തിൽപ്പെട്ടവരും നിങ്ങളെ വന്ന് നോക്കും. നിങ്ങളെ നോക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ നിങ്ങൾ നോക്കുന്നത്. അല്ലാതെ വെറുതെ നമ്മളെ വന്നിട്ട് നമ്മളുടെ വെറുതെ എന്താ പറയാ, വെറുതെ ഇരിക്കുന്ന ഒരാളെ പോയിട്ട് നമ്മൾ ചൊറിയല്ലോ. അതിൽ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇടാം, അങ്ങനെ വൈറലാവാൻ വേണ്ടിട്ട് ഞാൻ ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം ഓപ്പൺ ചെയ്യണം, അപ്പൊ എല്ലാവരും വരണം. ജിമ്മൊക്കെ ഓപ്പൺ ചെയ്ത് ആരും വേണമെന്നും പറയുന്നില്ല. ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം ഓപ്പൺ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ഇട്ട് വീഡിയോ ഇട്ട് വഴി കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഒന്ന് പറയുന്നത്, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഫുള്ള് ഇരവാദം. നിനക്ക് പറ്റിയില്ലെങ്കിൽ നീ വരണ്ട, ഞങ്ങൾ അല്ലെങ്കിലും വരുന്നില്ല, പക്ഷെ ഞങ്ങൾ എതിർക്കാൻ ഇപ്പോ എന്താ പറയാ, നമ്മളൊരു ഫ്രീ തിങ്കേഴ്സ് ആണ്. സോ എതിർക്കും, തീർച്ചയായിട്ടും നമ്മൾ എതിർത്തിരിക്കും. അതിനൊന്നും പക്ഷഭേദം ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേരിൽ തന്നെ
അതിപ്പോ ഏത് മതമാണെങ്കിൽ പോലും അതിപ്പോ ഏത് മതമാണെങ്കിൽ പോലും ഒരു മതത്തിന്റെ പേരിൽ ഒരു ജിമ്മും എന്റർടൈൻമെന്റും കാര്യങ്ങളും വെച്ച് ചേർക്കേണ്ട കാര്യമില്ല. അതെ. ഒന്നാമത്തെ കാര്യം. ഇപ്പൊ നാളെ ഒരിക്കലും ഹിന്ദു ഫ്രണ്ട്ലി ജിം എന്നാണെങ്കിൽ അവിടെ ജയ ശ്രീറാം എന്ന് വിളിച്ച് അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ കളിയാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇത് ഇവര് പറഞ്ഞില്ലേ ഈ പാട്ടില്ലാത്ത ജിമ്മുകളാണ്. അപ്പം മറ്റു മതസ്ഥര് വരികയാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും മതേതരമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പാട്ട് വെച്ച് കൊടുക്കണം. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ പാട്ട് വെക്കാതിരിക്കണം. നിങ്ങൾ ഇവിടുന്ന് സ്പീക്കർ ബോക്സ് തന്നെ ഔട്ടാക്കി വിടാണ്. എന്നിട്ട് പറയും ഞങ്ങൾ മതേതരമാണ്, ആർക്ക് വേണമെങ്കിൽ വെറുതെ വന്നിട്ട് ഈ ജിമ്മിനകത്തൊക്കെ വെറുതെ സൈലന്റ് ആയിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. നല്ല പാട്ടില്ലെങ്കിൽ നിൽക്കുന്ന വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മളിങ്ങനെ ട്രെയിനറുടെ അടുത്ത് പറയും സുരേഷ് ഏട്ടാ നിങ്ങൾ നല്ല പാട്ടുകളുണ്ട് സുരേഷ് ഏട്ടാ, പാട്ടില്ലാതെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഏത് പാട്ടാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ വേണം. അതല്ലാതെ ഇവിടെ ഞങ്ങൾക്കത് ഹറാമാണ് അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല. അതെ, എന്തൊരു എരവാദമാണെന്നാണ് ശരിക്കും പറയാൻ പറ്റുള്ളൂ. എരവാദം തന്നെയാണ്, എല്ലാം ചെയ്യും. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കില്ല. പക്ഷെ നമ്മൾക്കത് മനസ്സിലാവും. നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കണ്ട. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന പലതും തന്നെ ഇവിടെ വർഗീയവാദം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള ബുദ്ധിയുള്ളവർക്കും ബുദ്ധി ഇല്ലാത്തവർക്കും വരെ മനസ്സിലാകുന്ന കാര്യമാണ് ഈ ഒരു സംഭവം വേണ്ടെന്നുള്ളത്. അതെ. ഇപ്പൊ അതേപോലെ തന്നെ ഈ കൊട്ടിയൂരില് ഒരു കാലാകാലങ്ങളായിട്ട് ഒരു ആചാരമാണല്ലോ. നമ്മളിപ്പോ വൈശാഖ മാസം തുടങ്ങുമ്പോ തന്നെ ഇത്ര ദിവസം ഇത്ര കൂടുതലുണ്ട്. അതിന്റെ നടുക്ക് ഇതുവരെ ഇല്ലാത്തൊരു ബാവേലിക്കെട്ട് പുഴയുണ്ട്. ആ പുഴയുടെ നടുക്ക് ഒരു കല്ല് സ്ഥാപിച്ചിട്ട്, അത് കർണാടകയിൽ വന്ന മുസ്ലിമാണ് സ്ഥാപിച്ചിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസ്ലിംസിന് അത് അറിയാത്തതാണോ? അതൊരു കർണാടകയിൽ നിന്ന് വന്നൊരു മുസ്ലിമിന് മാത്രമാണ് ഇവിടുത്തെ ആചാരങ്ങൾ പൊടി തട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറ്റേ ബാബരി മസ്ജിദ് പറഞ്ഞ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോ ഈ ഒരു അമ്പലം ഇനി വല്ല നമുക്ക് പള്ളി കമ്മിറ്റി ഏറ്റെടുക്കേണ്ടി വരൂ ഇങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെ, ഒന്നുമില്ല. ഇവിടെ ഉള്ള മുസ്ലിമുകൾക്ക് ഒന്നും അറിയില്ല. എല്ലാവരും പൊട്ടന്മാരാക്കിക്കൊണ്ട് കർണാടകയിൽ നിന്ന് ഒരു ഹിന്ദു വന്നിട്ട് മുസ്ലിം വന്നിട്ട് ഇവിടെ ഒരു കല്ലും വെച്ചിട്ട് ഇത് ഇത് ഇസ്ലാമിന്റെ ആചാരമാണ്. ഏത് ഇസ്ലാം? കൗബ നമുക്കറിയാലോ. ഇവര് വിഗ്രഹം ആരാധിക്കേയില്ല. ഇവര് കൗബയ്ക്ക് ചുറ്റും കറങ്ങും. ഈ അമ്പലങ്ങളിൽ നമ്മള് പ്രതിഷ്ഠയുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഈ ഹിന്ദുക്കൾ ഇറങ്ങുമ്പോ ഇവരെ കളിയാക്ക വരും. ഇതൊക്കെ അനാചാരമാണ്, ഇത് ദുനാചാരമാണ്, ഇത് നമുക്കില്ല. ഇവര് ഏകദൈവ വിശ്വാസിയാണ്. ബാക്കിയുള്ളവരൊക്കെ ബഹുദൈവ വിശ്വാസികള്. ഇവരുടെ ഏകദൈവം കാബയാണ്. കാബയിൽ പോയിട്ട് കാണിക്കുന്ന ജാക്കിരപ്പൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഈ ഒരു ലൈക്ക് ഈ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാന്നുള്ളത്. ഒരാൾ പോകണമെങ്കിൽ തന്നെ 1-2 ലക്ഷം രൂപ നമുക്ക് ചെലവാണ്. അപ്പൊ ഒരാൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി കബയുടെയൊക്കെ ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ്, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് നടക്കുന്നത് സൗദിയിലാണ്. വിഗ്രഹത്തിനെ ആരാധിക്കാൻ വേണ്ടി മക്കയും മദീനയും അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈവൻ വയസ്സായ ആളുകൾ, എണീക്കാൻ വയ്യാത്ത ആളുകൾ വരെ പരസഹായത്തിന് ആളുകളെയും വെച്ചിട്ട് ഈ ടൂർ പാക്കേജ്, ഉസ്താക്കന്മാരുടെ മെയിൻ വരുമാനമാണത്. ഓരിങ്ങനെ ടൂർ പാക്കേജ് വിട്ട് കുറെ വീഡിയോസ് ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ജൂതന്മാര് ഒളിഞ്ഞിരുന്ന മരമാണെന്ന് പറഞ്ഞിട്ട് ഒരു സാദിഖലി എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ അതെ ഒരു പ്രാവശ്യം ഞാൻ ആൾക്കെതിരെ വീഡിയോ ഇട്ടതായിരുന്നു. എന്താ വിഷയം എനിക്ക് ഓർമ്മയില്ല. രാംനാരായൺ എന്ന് പറഞ്ഞ ഒരാളെ തല്ലിക്കൊന്നു പറഞ്ഞിട്ട് സംഘികളാണെന്നിട്ട് ഇയാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ സംഘികളാന്നുള്ള അടയാളം പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞത് കയ്യിൽ ചരട് കെട്ടിയവരാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളൂ, കയ്യിൽ ചരട് കെട്ടിയത് എല്ലാവരും സംഘികളാണോ എന്ന് ചോദിച്ചു. അതാ ആ പുള്ളിക്കാരൻ തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അതായത് ഇവരുടെ കാഴ്ചപ്പാടിൽ ഹിന്ദുക്കളെല്ലാം സംഘികളാണ്, മുസ്ലിമുകളെല്ലാം പിന്നെ സുഡാപ്പികളാണ്. സുഡാപ്പികളും എക്സ്ട്രീമിസ്റ്റുകളാണ് സുഡാപ്പികൾ. അല്ലാതെ മുസ്ലിം ഇപ്പൊ ഇന്ത്യ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആരും എക്സ്ട്രീമിസ്റ്റുകളൊന്നല്ല. എല്ലാവർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവും, നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവും. ഞങ്ങൾ പരസ്പരം മതങ്ങൾ സംസാരിക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. സൗഹൃദങ്ങൾക്കിടയിൽ മതത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം മതി. ഇതിൽ കൂടുതലൊന്നും തന്നെ നമ്മൾ അവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് കൊടുക്കാനായിട്ട് വരാം. അപ്പൊ ഈ മതം കുത്തിത്തിരിക്കുന്നവിടെയൊക്കെ വിഷവും വല്ല പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അടികളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഈ ഭീകരവാദങ്ങളും എല്ലാം നടന്നിട്ടുള്ളത് ചെറുത്താന്റെ പേരിലൊന്നുമല്ല, മനുഷ്യന്മാരുടെ പേരിലും മതത്തിന്റെ പേരിലാണ്. ഏറ്റവും കൂടുതൽ ഈ വക പരിപാടികളൊക്കെ നടത്തിയിരിക്കുന്ന മതങ്ങൾ തന്നെയാണ്. അതിലും ഏറ്റവും കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതം തന്നെയാണ്. അതൊന്നും ഒരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്റർനാഷണലി എല്ലാവിടെയും ഈ IS
ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന മതത്തിന്റെ പേരിലാണ്. ഏത് മതമാണ് കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇസ്ലാം തന്നെയാണ്. അതില്ലാന്ന് ഒരു വിശ്വാസിക്കാൻ പറയാനായിട്ട് കഴിയില്ല. കാരണം ഇന്ന് അത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, ഇത്രയും മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് കൺമുന്നിൽ തെളിവുകൾ വെച്ചിട്ട് എന്റെ കണ്ണടച്ചിട്ട് ഞാനൊന്നും കണ്ടില്ല രാമനാരായണ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വിശ്വസിക്കാത്ത കുറെ ആളുകൾ, അതായത് അവരെ വിശ്വസിക്കാന്നല്ല, അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇസ്ലാമിനെ ഇല്ലാതാക്കാനായിട്ട് മറ്റു പല ശക്തികളും. ഇപ്പൊ ഇന്ത്യ കമന്റ് ബോക്സിൽ റീസെന്റ് കാസിയിലെ കാസക്കാരുടെ ദൈവമാണ് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. സംഭവം എന്താ വെച്ചാല് ആരിഫിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആരിഫിന്റെ പോസ്റ്റ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആരിഫിന് ചുറ്റും അപ്പൊ ഇതില് ഞാൻ അതിലിട്ടി ഹൂറികളുടെ നടുക്ക് ആരിഫ് ഹുസൈൻ എന്നുള്ളൊരു കമന്റ് ഇട്ട് അതിന്റെ താഴെ വന്നത് ആരിഫ് സംഘികളുടെ ചാരനാണ് ആരിഫ്, കാസിയിൽ നിന്ന് ആരിഫിന് മാസ വരുമാനം വരുന്നുണ്ട്, അവര് പൈസ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എന്തിന്? ആരിഫിനെ വെച്ചിട്ട് വേണം ഇസ്ലാം ഏറലാവാൻ. ഇസ്ലാം ഓൾറെഡി ഏറുന്നും ബഹിരാകാശത്തൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ആരിഫിനെ വന്നിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഈ ആരിഫിനെ പിന്തുണയ്ക്കുന്ന നീയും ഇസ്ലാമിനെ എഗെയിൻസ്റ്റ് ആണ്. നമ്മളൊന്നും എഗെയിൻസ്റ്റ് അല്ല. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തെളിവോട് കൂടി പറയുന്നു എന്നുള്ളത് മാത്രമേ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ എനിക്ക് മതമില്ല, നിങ്ങൾക്ക് മതമുണ്ട്, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതൽ അവിടെ ഒന്നും പറയാനില്ല. അതെ അതെ. ഇപ്പൊ ഈ ഇന്റർനെറ്റും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എയറിലായ ഒരു മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം തന്നെയല്ലേ? അത് നമ്മുടെ ആൾക്കാരത് സമ്മതിക്കൂല. നമ്മുടെ ഇസ്ലാമിനെ നശിപ്പിക്കാനായിട്ട് ഇസ്രായേൽ ഇറക്കിയ ആളുകളാണ്, കേരളത്തിൽ ഇറക്കിയ ആളുകളാണ് ആരിഫ് ഹുസൈൻ, ഞാന്, പിന്നെ ഞങ്ങളെ ഇപ്പൊ കറന്റ്ലി മീഡിയയിൽ വന്നിട്ടുള്ള കുറെ എക്സ് മുസ്ലിം ആളുകൾ, ഇവരെയൊക്കെ ഇസ്രായേല് നമ്മളെ പെയ്ഡ് പ്രമോഷനൊക്കെ ആക്കിയിട്ടും പിന്നെ കുറെ സംഘി ഫണ്ട് തന്നിട്ട് വെച്ചിരിക്കുകയാണ്. സംഖ്യകൾക്ക് ഇത്രയും ഫണ്ടൊക്കെ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോൾ അറിഞ്ഞത്. ഇതൊന്നും അറിയാതെ സംഖ്യപ്പെട്ടം തന്നെ കിട്ടിക്കോളൂ. സീരിയസ്ലി നീ സംഖ്യയാണ്, നീ സംഘിണിയാണ്. ഓ ശരി, പക്ഷെ ഇത് സംഖ്യകൾക്ക് പോലും നമ്മളെ വേണ്ടാന്നുള്ളതാണ് സത്യം. ഞാൻ ഇന്നേവരെ ഒരാളും ഇന്ത്യ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഇൻബോക്സിലോ ഡിഎമ്മിലോ ഒന്നും വന്നിട്ട് ഇത്ര രൂപ തരാം നിങ്ങൾ സംസാരിക്കുന്നത് എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ വിശ്വാസികൾ അവരങ്ങനെയാണ്. ഈ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം വിശ്വാസികളിൽ ഇൻജെക്ട് ചെയ്യുന്നത് പുസ്തകപരമാണ്. അവർ പറയും സംഘികൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് കാശ് കൊടുത്ത് ഉണ്ടാക്കിയിരിക്കാന്നുള്ള റൂമർ പരത്തി തന്നെ ഇവരാണ്. എന്നിട്ട് ഇവര് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളില്ലേ, എക്സ്ട്രീമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഇപ്പൊ ഇന്ത്യക്കും ഉമ്മാന്റെ ഒക്കെ ആ ഒരു ജനറേഷൻ, അവർക്ക് ഇതറിയില്ല. ഇപ്പൊ പുതിയ ജനറേഷൻ ഒന്നും തന്നെ വലിയ വിശ്വാസികളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ അടുത്തടുത്ത ജനറേഷൻ വരുമ്പോൾ വിശ്വാസം വളരെ കുറഞ്ഞിട്ടുള്ള ആളുകൾ, ഓരോ വർഷം കൂടുന്തോറും മതം വിടുന്ന ആളുകളുടെ എണ്ണത്തില് ഭയങ്കരമായിട്ടുള്ള ഒരു എണ്ണ കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇന്ത്യക്ക് ഉമ്മാന്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെയല്ല, ഇതിന്റെ അർത്ഥം ഇതാണ്. അന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ മദ്രസയിൽ പഠിക്കുമ്പോൾ നമുക്ക് ആരും തന്നെ വന്നിട്ട് ഈ നമ്മൾ ഓതുന്ന കാര്യങ്ങള് അതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടല്ല വായിക്കുന്നത്. അപ്പൊ പറഞ്ഞു തരും, നമ്മൾ അറിഞ്ഞ വാക്കുകൾ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചു വിടും. നമുക്ക് അർത്ഥം ഒന്നും അറിയില്ല. ഇപ്പോഴും ഖുർആൻ വളരെ നന്നായിട്ട് വായിക്കാൻ അറിയും എന്നുണ്ടെങ്കിലും എനിക്ക് അർത്ഥം അറിയില്ല. അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നമുക്ക് സുന്നയിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം അറിയുന്നുള്ളത്. അപ്പൊ കാലുകൾ ഇത്രയും ഇതാക്കിയിട്ടും നമ്മളൊരു ഹദീസ് ഇന്ന നമ്പറിലുള്ളത് ഇങ്ങനെയാണ് ഇവര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പറയണത് ഇതൊക്കെ ഫേക്ക് ഹദീസാണ്. സുന്നയിൽ തന്നെ ഇപ്പൊ 1-2 ഹദീസുകള് മെയിനായിട്ട് നമ്മള് എക്സ് ആയിട്ടുള്ള ആളുകളും മെയിനായിട്ട് റെഫറൻസിന് എടുത്ത് കൊടുക്കുന്ന ഹദീസുകളിനെ ദുർബലമായത് എന്നാക്കിയിട്ടുണ്ട്. പല ഹദീസുകളും ഇപ്പൊ ദുർബലമായതാണ്. പക്ഷെ ഹദീസുകൾ ഉണ്ട്. അപ്പൊ വിശ്വാസികൾ എന്ന് പറയും ഇത് ദുർബലമായതാണ് എന്ന് ഹദീസിൽ സുന്ന തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എടുത്തിട്ട് വേണ്ട കാര്യമില്ല. ഇത് ആരുടെ വചനങ്ങളാണ് ഈ ഹദീസായിട്ട് വരുന്നത്? മുഹമ്മദിന്റെ വചനം. അതെ, മുഹമ്മദിന്റെ വചനങ്ങൾ വരുമ്പോ അത് ദുർബലമായത് എങ്ങനെയാണ്? എയർലൈറ്റാ ദുർബലമായത്. ഇത് എപ്പോ ദുർബലമായി എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഐ ഹോപ്പ് അന്ന് തന്നെ ഏതൊക്കെ വ്യത്യസ്തകളുണ്ട്. വ്യക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾ അന്നാണ് അത് ദുർബലമായെന്നുണ്ടെങ്കിൽ അന്ന് തന്നെയുള്ള ആളുകൾ അത് ദുർബലാക്കിയതാണ്. അപ്പോ അന്നും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ എത്തിസ്റ്റ് എന്ന് പറയുന്നത് ഐഷ തന്നെയാണ്. നബിയുടെ മറ്റേ പോക്സോ 6ാമത്തെ വയസ്സിലും കണ്ടോ കല്യാണം കഴിച്ചു, 9ാം ക്ലാസ്സിലും മറ്റേ ഐഷ തന്നെയാണ് ആദ്യത്തെ എത്തിസ്റ്റ്. കാരണം ഏറ്റവും കൂടുതൽ യുക്തിപരമായിട്ടുള്ള
ക്വസ്റ്റ്യൻസ് മുഹമ്മദിനോട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ആയിഷ. ഐഷ ബീവി.